നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടിൽ അന്വേഷണം ശക്തമാക്കി സിബിഐ. കേസിൽ 5 പേരുടെ അറസ്റ്റ് സിബിഐ രേഖപ്പെടുത്തി. പോലീസിന്റെ പരിശോധനയിൽ അനവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലാണ് നിലവിൽ വ്യാപകമായ പരിശോധനയും അന്വേഷണവും നടക്കുന്നത്. സിബിഐയുടെ അന്വേഷണ സംഘം ഉടൻ കേരളത്തിലെത്തി വിവരശേഖരണം നടത്തും. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, അത്രത്തോളം വിദ്യാർത്ഥികളുടെ ഭാവിയുടെ ഒരു പ്രശ്നമാണ്. നമുക്കറിയാം, കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ കണ്ടിരുന്നു. ഇപ്പോഴത്തെ അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് സിബിഐ. അതോടൊപ്പം തന്നെ പരിശോധനയിൽ നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ക്രമക്കേടിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് സിബിഐ. വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് സിബിഐയുടെ അന്വേഷണം ഈ കേസിൽ പുരോഗമിക്കുന്നത്. കേസിൽ 5 പേരുടെ അറസ്റ്റ് സിബിഐ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മഹാരാഷ്ട്രയിലെ നാഷിക് സ്വദേശി ശുംഭം ഗൈനാർ, ഒപ്പം ഗുരുഗ്രാമിലെ ഡോക്ടർ യാഷ് യാദവ്, രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശികളായ അവർ സഹോദരങ്ങളാണ് മംഗിലാൽ ദിനേശ്, ഒപ്പം തന്നെ വികാസ് ഭിവാൽ എന്നിവരുടെ അറസ്റ്റാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്ര സ്വദേശിയായ ധനഞ്ജയ് ലോഗഡെ, ഒപ്പം മനീഷ് വാഗ്രെ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് സിബിഐക്ക് കൈമാറിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഈ ശുഭത്തിന് ചോദ്യപേപ്പർ ലഭിച്ചതുമായി ബന്ധപ്പെടുത്തിയാണ് ഇരുവരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഈ ശുഭം, മനീഷ് എന്നിവരെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലൂടെ ഈ ചോർച്ചയുടെ ഉറവിടം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് സിബിഐ വിലയിരുത്തുന്നത്. പോലീസിന്റെ പരിശോധനയിൽ നിരവധി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. മഹാരാഷ്ട്ര, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിലാണ് നിലവിൽ വ്യാപകമായിട്ടുള്ള പരിശോധനയും അന്വേഷണവും നടക്കുന്നത്. എന്തായാലും അന്വേഷണം ഊർജിതമായി നടക്കട്ടെ. ആരാണ് ഇതിനു പിന്നിൽ? അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.